എന്ത് ചെയ്യാ കൊച്ചേട്ടാ? എന്ത് ചെയ്യാനാ? പോണം. നമ്മൾ പുറത്തു പോകുമ്പോ മറ്റുള്ളവർക്ക് നമ്മളെ നോക്കുന്ന കാണുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നും. നമ്മളെ മോശമായിട്ടാണോ അവര് നോക്കുന്നതെന്നൊക്കെ. ബാലമാമനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന അറിയില്ലല്ലോ കൊച്ചേട്ടാ. രവി അങ്കിളൊരു പാവ. അച്ഛൻ പറഞ്ഞോണ്ടല്ല, എനിക്ക് പേഴ്സണലായിട്ട് അങ്കിളിനെ അറിയാം. രവിയങ്കിളിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, പുറത്തുള്ളവരെ പറ്റിയാ. ഓഫീസിൽ തന്നെ സൂപ്രണ്ട് സാറ് നമ്മളോട് എത്ര സ്നേഹമായിട്ട് പെരുമാറിയത്. പക്ഷെ മറ്റുള്ളവര് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്ന് വെച്ച് പുറത്തു പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് നോക്കാം. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അരവിന്ദേട്ടൻ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അക്കുച്ചേട്ടൻ ആ വീട്ടിലെ മരുമകനാകേണ്ടതായിരുന്നില്ലേ? നയനെ അക്കുച്ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ബാലമാമൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നയനയുടെ വീട്ടിലും അതുപോലെ തന്നെയാ. ഞാൻ കാരണല്ലേ അത് നടക്കാതായത്. നയനൊരു പാവ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നയനെ. അക്കുച്ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ നയനയുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എന്നെ കൊണ്ട് ആർക്കും സമാധാനം ഇല്ലാതായി. നാളെ ഞാൻ നയനയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഞാൻ അവളോട് എന്ത് പറയും? അക്കുച്ചേട്ടന് ചേരുന്ന നയന തന്നെയായിരുന്നു. ഇനി അതൊന്നും ചിന്തിക്കണ്ട. എനിക്ക് നയനോട് ഒരു ഫീലും തോന്നിയിട്ടില്ല. അച്ഛൻ എത്ര നിർബന്ധിച്ച് എന്നോട് പറഞ്ഞിരുന്നാലും ഞാൻ നയനയെ കല്യാണം കഴിക്കില്ലായിരുന്നു. അക്കുച്ചേട്ടൻ എന്തേ പറയുന്നേ? എനിക്ക് നയനയുമായിട്ടുള്ള കല്യാണത്തിന് ഇഷ്ടമായിരുന്നില്ല. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. രവി അങ്കിൾ ഇത്ര സ്നേഹത്തോടെ വിളിച്ചല്ലേ, നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോവാം. പിന്നെ ചാരു നയനോടൊന്നും പറയണ്ട. അവൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശരി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ബൈക്കിൽ പോണ്ട, കാറിൽ പോയാൽ മതി. അതാവുമ്പോ നമ്മളാരും ശ്രദ്ധിക്കില്ലല്ലോ. ഞാനത് ചാരുവിനോട് അങ്ങോട്ട് പറയായിരുന്നു. ഞാൻ പറയുന്നതിന് മുമ്പ് നീ അത് ഇങ്ങോട്ട് പറഞ്ഞു. താങ്ക്സ്. കാറിൽ പോ. ശരി. ചാരു, ബെഡിൽ കിടന്നു. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. വേണ്ട ചാരു, ഞാൻ താഴെ കിടന്നു. കുഴപ്പമില്ല.
ആകാശേ, ചാരു വരൂ. വാ മക്കളെ, കയറിയോ, ഇരിക്കേ. ദാ, മോനെ ആകാശേ, ഈ ഇരിക്കുന്ന ചാരുമോളെ ബാലൻ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചതാ. ബാലൻ ചാരുവിനെ കാണാതെ ഉറങ്ങാറില്ല. ഇതെല്ലാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് ചാരുവിനെ ഇട്ടെറിഞ്ഞു പോയപ്പോൾ ബാലന്റെ അഭിമാനവും മനസ്സും കാത്തത് മോന. ബാലൻ പറഞ്ഞപ്പോൾ ഒന്നും എതിർക്കാതെ മോൻ ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടി. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, നിന്നെപ്പോലൊരു മരുമകനെ എനിക്ക് കിട്ടാതെ പോയല്ലോ എന്ന്.